കണ്ണൂരേക്ക് മാറ്റി ഇവർ തന്നെ ഹോസ്പിറ്റലായ BMH കണ്ണൂരിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതാണ് എമർജൻസി ആയിട്ട് കൊണ്ടുപോകണമെന്ന് പറയുന്നത്. അപ്പോൾ പോലും എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്ന് അച്ഛൻ ഡോക്ടറോട് ചോദിക്കുമ്പോൾ ഡോക്ടർ പറയുന്നത് ഇതിനൊക്കെ കൂടിയാണ് നിങ്ങൾ ഒപ്പിട്ട് തന്നത് എന്നുള്ള ഒരു തികച്ചും എന്താ പറയുക മനുഷ്യത്വരഹിതമായ സംസാരമാണ് അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. ഇതിൽ മെയിനായിട്ടുള്ള പ്രശ്നം എന്ന് പറയുന്നത് ഈ ഒരു 3 വയസ്സ് താഴെയുള്ള ഒരു കുട്ടിക്ക് എന്തിന് നമ്മളെല്ലാ ഡോക്ടറോടും സംസാരിക്കുമ്പോൾ അത്രയ്ക്കും എമർജൻസി എന്തായിരുന്നു എന്നുള്ളതാണ്. അനസ്തേഷ്യ കൊടുക്കാനുള്ള ഈ ഒരു ചെറിയ കുട്ടിക്ക് അനസ്തേഷ്യ കൊടുത്ത് ചെയ്യേണ്ട എന്ത് എമർജൻസി ആയിരുന്നു, സിറ്റുവേഷൻ ആയിരുന്നു എവിടെയെന്നുള്ളതാണ് മറ്റു ഡോക്ടർമാരോട് നമ്മൾ സംസാരിക്കുമ്പോൾ കിട്ടുന്നത്. അവിടെ ഇപ്പം നമ്മളിപ്പോൾ ആദ്യം കൺസൾട്ട് ചെയ്യുന്ന പീഡിയാട്രിഷ്യൻ എന്ന് പറയുന്നത് ആര്യ എന്ന് പറയുന്നത് ആര്യ അന്തർജനം എന്ന് പറയുന്ന ഡോക്ടറാണ്. അതാണ് പീഡിയാട്രിഷ്യൻ എന്ന് പറയുന്ന ഡോക്ടർ. ആ ഡോക്ടറും പിന്നെ ആരതി എന്ന് പറയുന്ന ഡോക്ടറും ആണ്. ആശ എന്ന് പറയുന്ന ഡോക്ടറും ആരതി എന്ന് പറയുന്ന ഡോക്ടറുമാണ് പീഡിയാട്രിഷ്യനും പ്ലാസ്റ്റിക് സർജൻ്റെ ഡോക്ടർമാർ ഉണ്ടായിരുന്നത്. അവരെ സജസ്റ്റ് ചെയ്തതിന് ശേഷമാണ് അനസ്തേഷ്യ കൊടുക്കുന്നത്. ആ ഒരു തീരുമാനത്തിലേക്ക് എങ്ങനെ എത്തി എന്നുള്ളത് ഇപ്പം 2 ദിവസം കൊണ്ട് തന്നെ മുറിവ് പൂർണ്ണമായി ഉണങ്ങുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. ആ ഒരു എമർജൻസി എന്തായിരുന്നു എന്നുള്ളതും അവിടെ പരിശോധിക്കേണ്ട കാര്യം തന്നെയാണ്. സ്വാഭാവികമായിട്ടുള്ള മുറിവ് പൂർണ്ണമായി ഉണങ്ങി അവർ കല മാത്രം ഉള്ളതുപോലെ ആണ് ഇപ്പോൾ നമുക്ക് പോലീസിൻ്റെ ഇൻറ്റിമേഷൻ കഴിഞ്ഞ കാണുമ്പം മനസ്സിലാവുന്നത് അങ്ങനെ മാത്രമാണ്. പിന്നെ അവിടെ അനസ്തേഷ്യ കൊടുക്കുന്ന സ്പോട്ടിൽ തന്നെ ഹൃദയാഘാതം സംഭവിച്ചു എന്നാണ് ഡോക്ടർമാർ പറയുന്നത്. അവർ പറയുന്നത് 1000-ൽ ഒരാൾക്ക് 10,000-ൽ ഒരാൾക്കൊക്കെ ഇങ്ങനെ സംഭവിക്കാം എന്നാണ് അവർ പറയുന്നത്. പക്ഷേ അതിൻ്റെ ഒരു തരത്തിലില്ല. ഒരു പേപ്പർ ഒപ്പിട്ട് വാങ്ങി എന്നല്ലാതെ അതിൻ്റെ ഒരു സീരിയസ്നെസ്സും രക്ഷിതാക്കളെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് ഡോക്ടർമാർ അങ്ങനെ ഒരു അനസ്തേഷ്യ കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടിനെ പറ്റി ബോധവാന്മാരാക്കാൻ വേണ്ടി അവർ നിന്നില്ല എന്നാണ് രക്ഷിതാക്കളും പറയുന്നത്. അതിൽ ഇങ്ങനെ കൊടുത്ത് ഹോസ്പിറ്റലിൽ നിന്ന് കയറ്റി ഇങ്ങനെ പോയ തന്നെ അവിടെ റെഡ് അലേർട്ട് അടിക്കുക. എല്ലാ ഡോക്ടർമാരും വന്ന് ഹാർട്ട് അറ്റാക്കിന് ശേഷം CPR കൊടുത്ത് പൾസ് റീഗെയിൻ ചെയ്തു എന്നാണ് അവർ നമ്മളോട് പറഞ്ഞത്. എല്ലാം ഒരു നോർമൽ സിറ്റുവേഷനിലേക്ക് കുട്ടി റെസ്പോണ്ട് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷമാണ് കണ്ണൂരേക്ക് മാറ്റി ഇവർ തന്നെ ഹോസ്പിറ്റലായ BMH കണ്ണൂരിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതാണ് എമർജൻസി ആയിട്ട് കൊണ്ടുപോകണമെന്ന് പറയുന്നത്. അപ്പോൾ പോലും എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്ന് അച്ഛൻ ഡോക്ടറോട് ചോദിക്കുമ്പോൾ ഡോക്ടർ പറയുന്നത് ഇതിനൊക്കെ കൂടിയാണ് നിങ്ങൾ ഒപ്പിട്ട് തന്നത് എന്നുള്ള ഒരു തികച്ചും എന്താ പറയുക മനുഷ്യത്വരഹിതമായ സംസാരമാണ് അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. പിന്നെ ഇവിടെ എത്തി നമ്മൾ ഇവിടെ അഡ്മിറ്റാക്കി ഇവിടെ എത്തിയപ്പോൾ തന്നെ ഡോക്ടർമാർ പറഞ്ഞു കുട്ടിയുടെ അവസ്ഥ നല്ല സീരിയസ് ആണ്. 48 മണിക്കൂർ MRIക്ക് ശേഷമേ എന്തെങ്കിലും പറയാൻ പറ്റും. ബ്രെയിനിൽ എത്രത്തോളം ഡാമേജ് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് പറയാൻ പറ്റൂ എന്ന് പറഞ്ഞു. നമ്മൾ അവിടെ പയ്യന്നൂർ ഡോക്ടർമാരോട് സംസാരിക്കണം എന്ന് പറഞ്ഞു. അവർ ഒരു തരത്തിലും ഞായറാഴ്ച വൈകുന്നേരമാണ് ഇത് സംഭവം. തിങ്കളാഴ്ച രാത്രി തിങ്കളാഴ്ച 3 മണി മുതൽ അവിടെ സംസാരിക്കണം എന്ന് പറഞ്ഞിരുന്നതാണ്. രാത്രി 11 മണിക്ക് ശേഷം മാത്രമാണ് അവർ സംസാരിക്കാൻ പോലും തയ്യാറായത്. അത് 48 മണിക്കൂർ MRI എടുത്ത ഡോക്ടർ പറഞ്ഞു 75% ബ്രെയിൻ ഡാമേജ് സംഭവിച്ചിട്ടുണ്ടെന്ന് അപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ വെന്റിലേറ്ററിലാണ് ഇത്രയും ദിവസം കുട്ടി കഴിഞ്ഞിരുന്നത്. ഇന്നലെ രാത്രിയോടെ വീണ്ടും ഹൃദയാഘാതം സംഭവിക്കുകയും ഉണ്ടായിട്ടുണ്ട്. ആ ഒരു